നമ്മുടെ ചിക്കനൊക്കെ ഇതേ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഉരുളി എടുത്ത് വെക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉലുവ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയിൽ കിടന്ന് നമ്മുടെ വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ആയി വരണം. ആവശ്യത്തിന് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ആദ്യമേ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉലുവാപ്പൊടി, കായപ്പൊടി, ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഈ വിനാഗിരി കിടന്നാൽ നമ്മുടെ ചിക്കൻ ഒരു പുളിയും അതുപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതും വിനാഗിരി ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ വിനാഗിരി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനകത്ത് നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ അച്ചാർ അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.